ദേ ബ്ലേഡ് ഊരി തെറിച്ചു പോയിട്ടോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ ദേ ഈ തണുപ്പത്ത് അമ്മ പറക്കിക്കൊണ്ട് വന്ന നമ്മുടെ പാരിജാത പുഷ്പങ്ങളാട്ടോ, നമ്മുടെ പവിഴമല്ലി. ഇത് രാത്രിയിലാണ് വിരിയുന്നത്, രാവിലെ കൊഴിഞ്ഞു കിടക്കും. ആ കൊഴിഞ്ഞു കിടന്ന് അമ്മ എടുത്തോണ്ട് വന്നതാ. നല്ല മണവുക, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. വന്ന ഉടനെ ഇതാ ചോദിച്ചേട്ടോ, അമ്മയെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ചെടി നിൽപ്പുണ്ട്, പക്ഷെ പൂവായിട്ടൊന്നും ഇല്ല കേട്ടോ, എനിക്കത് ഓർമ്മയുണ്ട്. പിന്നെ ദേ ഇത് പാറു വാങ്ങി വെച്ചിരുന്ന കേട്ടോ, ഹേസൽനട്ടിന്റെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പൗഡർ. അവക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഒന്നും അത്ര ഇഷ്ടമല്ല. അങ്കുവിന് അതേ പാറുവിന്റെ സ്വഭാവമാണ്, അവനും ചോക്ലേറ്റ് ഇഷ്ടം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ബോൺബിറ്റ് ബൂസ്റ്റ് ഒന്നും വേണ്ടമ്മ, എനിക്ക് ഇന്ന് ഇത് മതിയെന്ന്. അപ്പം ഞാൻ ചൂടോടെ അതങ്ങ് കലക്കി കൊടുക്കുക. സംഭവം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവന് സ്കൂൾ അവധി, ഇവിടെ ഗുരുപൂർണിമയാണ്. ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, രാക്കയ്ക്ക് പോകണം. രാവിലെ അച്ഛനും മോനും കൂടെ അതേ എന്തൊക്കെയോ കളി തുടങ്ങി. ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ സംഭവമാണ്. രാക്കയ്ക്ക് ആസ് യൂഷ്വൽ നമ്മുടെ ചിയാ സീഡ് കുതിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങി. സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് 8:30 കഴിഞ്ഞു. രാവിലെ നല്ല ഫോഗായിരുന്നു, ഇപ്പോഴും ഫോഗ് പോയിട്ടില്ല. അമ്മയും അങ്കും കൂടെ ദേ ആ മഞ്ഞത്ത് പോയി നിൽക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പോവല്ലേ എന്ന്, പറഞ്ഞിട്ട് കേൾക്കത്തില്ല. കാരണം അങ്കു ആണെങ്കിൽ വാമൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പുറത്തിറങ്ങുക. ഷോളും കാര്യങ്ങളൊക്കെ പുതച്ചിട്ടുണ്ട്. എങ്കിലും ഫസ്റ്റ് ഇങ്ങനെ വരുന്നത് അങ്ങനെ കൊള്ളരുതെന്ന് പറയും. ഇവിടെ അങ്ങനെ കണ്ടോ, ആരെയും കാണുന്നില്ല പുറത്തൊന്നും. അപ്പുറത്തെ ദീദി പിന്നെ ഇവിടെ ഇല്ല കേട്ടോ, അവരിനി 1.5 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിട്ടൂണിയ പൂക്കൾ ദീദിയുടെ. ബാക്കി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞെങ്കിൽ ദീദിയുടെ ചട്ടിയിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. നമ്മൾ ബാക്കിലോട്ട് പോവാ. ബാക്കിൽ നിന്നേ കോട കയറി വരുന്ന കണ്ടോ. ശരിക്കും കുറച്ച് മാറിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ കുറച്ചും കൂടി ഈ സമയത്ത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങോട്ട് മാറിയിട്ടില്ലേ. എന്തായാലും കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്തത് കാര്യമായി. ഞാൻ കുറച്ച് ഇതൊക്കെ നിന്നൊന്ന് ആസ്വദിക്കത്തേ ഉള്ളൂ, തിരിച്ചു കയറിപ്പോ. എനിക്ക് പേടിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇറങ്ങത്തൊന്നുമില്ല. എനിക്കറിയാം എൻ്റെ തൊണ്ടയ്ക്കും മണ്ടയ്ക്കും ഒക്കെ അല്ലെങ്കിലും ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അതെ ഞാൻ തിരിച്ചു കയറി പോവാം. എന്നിട്ട് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇന്ന് എന്താ വെച്ചാൽ പരിപ്പില്ലാത്ത സാമ്പാറാട്ടോ. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ പിഴിയാനായിട്ട് ഇട്ടിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, കടുകും പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് സവാള അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, തക്കാളി അരിഞ്ഞിട്ടു, പിന്നെ വെള്ളരിക്ക പീസ് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. പച്ചക്കറി എന്ത് വേണമെങ്കിലും ഇടാം. എൻ്റെ കയ്യിലുള്ളപ്പോൾ വെള്ളരിക്കയായിരുന്നു. ഞാൻ അതിട്ട് കൊടുത്തിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം വേണമെങ്കിലും ഒഴിക്കും, ഇവിടെ നല്ല തണുപ്പാണ് വെള്ളത്തിന്, അതുകൊണ്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടലമാവാണിത്, അത് വെള്ളത്തിൽ കലക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പരിപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറുകാൻ വേണ്ടിയാണ്. ശരിക്കും ഇതൊരു മഹാരാഷ്ട്രീയൻ സാമ്പാറാണ്. മഹാരാഷ്ട്രയിലൊക്കെ അവർ നമ്മുടെ സാമ്പാർ പോലെ വെക്കുന്ന ഒരു ഡിഷാണ്. സംഭവം നല്ല ടേസ്റ്റാണ്. പെട്ടെന്നാക്കാം നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ചോറിനോ എന്തിനും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. തിളച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇന്ന് രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിയാ സീഡിൽ പാലല്ല കേട്ടോ, ഉണക്കമുന്തിരിയുടെ ജ്യൂസ്. അപ്പോൾ തലേദിവസം ഉണക്കമുന്തിരിയുടെ ജ്യൂസ് അടിച്ചത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. തണുപ്പ് മാറ്റിയിട്ട് രാക്കയെ കുടിച്ചുകൊണ്ട് പോകും. ഇത് അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച കടൽമാവിൻ്റെ കുത്തൊക്കെ മാറിയിട്ട് നമുക്ക് പുളിയുടെ വെള്ളം ഒന്ന് അരിച്ച് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക, അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. മല്ലിയിലൊരു ഫ്ലേവർ നല്ലതായി സാമ്പാറിന്. ഞാൻ ദേ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്രേ ഉള്ളൂ കേട്ടോ, സാമ്പാർ റെഡി. ഫോൺ എവിടെ? ഇപ്പോഴെങ്ങടെ വരുന്നുണ്ടല്ലോ, അതായിരിക്കുന്നു. അങ്ങനെ ദേ രാക്കയെ റെഡിയായി പോയി. രാക്കയ്ക്ക് ഇന്ന് ഈ യൂണിഫോമാ. ഇനി ഞങ്ങൾ ദോശയും സാമ്പാറും കഴിക്കട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ സാമ്പാർ? സൂപ്പർ. അമ്മ കട്ടൂരിൽ വെച്ച് കഴിക്കുവാണേ. ഇതാണ് അപ്പം നമ്മുടെ ദോശയാട്ടോ കൂടെ. ഇതാണ് നമ്മുടെ മഹാരാഷ്ട്രീയൻ സാമ്പാർ. ദോശ ചൂടണം. അറിയത്തില്ലമ്മ. അങ്ങനെ നമ്മുടെ സാമ്പാർ സക്സസ് ആണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നോ പരിപ്പ് മഹാരാഷ്ട്രീയൻ സാമ്പാർ റെഡി. ശരിക്കും ഞാൻ പറയുന്നത് സത്യം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനും എൻ്റെ ദോശ കഴിക്കട്ടെ, ടേസ്റ്റ് വെക്കണ്ടേ. ഉച്ചയ്ക്ക് ഞാൻ ബാക്കി കുറച്ച് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, രാക്കയെ വരുമ്പോൾ ചോറിൻ്റെ കൂടി ഇത് കൊടുക്കാമല്ലോ. ലഞ്ചിന് ചോറും ഈ സാമ്പാറും അമ്മ കൊഞ്ച് റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ ഉണക്കക്കൊഞ്ചുണ്ടല്ലോ, അതിരിപ്പുണ്ട്, അത് നന്നായിട്ട് പുരട്ടി അതൊന്ന് വെക്കാമെന്ന് പറഞ്ഞു.
അതും പപ്പടവും തൈരൊക്കെ ആണെങ്കിൽ അങ്കുവിൻ്റെ ആക്കിയ സുഖമായിട്ട് കഴിക്കും. ചെറിയ നാരങ്ങ ഓറഞ്ച് പോലെ ഇരിക്കുന്നു, പക്ഷെ കണ്ടിട്ടില്ലേ. ഓറഞ്ച് അല്ല, വേണ്ട ഓറഞ്ചാണോ? അല്ല, ഓറഞ്ചിന്റെ ഒരു നമ്മുടെ വടുക പുളിച്ചില്ലേ, നമ്മുടെ വലിയ നാരങ്ങ അതിന്റെ ചെറുത്. ആ ശരി, അവൻ അപ്പോഴേ പറഞ്ഞ എൻ്റെ അടുത്ത്. ഗണപതി നാരങ്ങ ഇല്ലേ, അതിന്റെ വേറൊരു വെറൈറ്റി. ശരി, ഓറഞ്ചിന്റെ ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ, ഇത്ര കട്ടി വരും. അതാ അവൻ പറഞ്ഞ അമ്മ ഇത് ഓറഞ്ച് അല്ല, ഓറഞ്ച് ഇങ്ങനെ അല്ല ഇരിക്കില്ല, മുസമ്പി ഓറഞ്ച്. അങ്കുവും അമ്മയും കൂടെ കറങ്ങി പറിച്ചോണ്ട് വന്നേ നമ്മുടെ ടൗൺഷിപ്പിൽ നിന്ന് കുറച്ച് പുതിനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ദേ നാരങ്ങ, എന്തോ ഒരു പ്രത്യേകത നാരങ്ങ കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതിനകത്തോട്ട് നമ്മൾ പുതിനയൊക്കെ ഇട്ട് അടിച്ചിട്ട് നാരങ്ങ ജ്യൂസ് കുടിക്കാൻ പോവാം. നമ്മുടെ ഫ്രഷ് നാരങ്ങ വെള്ളം റെഡി. ഞാൻ തന്നെ ആദ്യം കുടിച്ചിട്ട് അങ്കുവിന് അമ്മ കൊടുക്കട്ടോ, നോക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടേ? ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, ശകലം മസാല, മഞ്ഞപ്പൊടി. മസാല ഇടുവോ? മസാലപ്പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഉള്ളി, സവാള അല്ലേ, സവാള, ഇഞ്ചി, ഇഞ്ചി, തക്കാളി. തക്കാളി ഇടണോ ലാസ്റ്റ് അല്ലേ? ഇനി വെള്ളം ഒഴിച്ചിട്ട് വരട്ടി ചെയ്യാൻ പറ്റും. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി കുറച്ച് കാശ്മീരി ചിക്കൻ. അപ്പോൾ അതേ ഉണക്കക്കൊഞ്ചമ്മ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കരിവേപ്പിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചട്ടിയിൽ പെരട്ടിയും എടുക്കും. നമ്മുടെ പുതിയ ചട്ടി കേട്ടോ, കുറേ നാളായിട്ട് ഇരിക്കുമായിരുന്നു, അതിപ്പോഴും അമ്മ വന്നപ്പോഴും ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രൻ സാമ്പാർ, കൊഞ്ചുപ്പേരി അല്ല, കൊഞ്ച് റോസ്റ്റ്, ലാസ്റ്റ് തക്കാളി ഒക്കെ ഇട്ടിട്ട് വഴറ്റി അതൊക്കെ കഴിഞ്ഞാൽ അതും ആവും. പിന്നെ അമ്മയ്ക്ക് ഞാൻ നമ്മുടെ ടൗൺഷിപ്പിൽ നിന്നൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടുത്തെ ഫുഡൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ടൗൺഷിപ്പിലെ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് ഒരു പറാട്ടയായിരുന്നു ഇന്ന്, അതൊക്കെ ഓർഡർ ചെയ്ത് അമ്മയ്ക്ക് അതങ്ങാവും, ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അപ്പോൾ അതേ കൊഞ്ച് റോസും റെഡി ആയിട്ടുണ്ട്. രാത്രിയിൽ ഇത് കുറച്ച് വെച്ചാൽ അവർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, അവർ ഹാപ്പി ആവും. ലാസ്റ്റ് അത് വെന്ത് വന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കൊഞ്ച് വരട്ടിയെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും റെഡി. ഈ ഉണക്ക കൊഞ്ച് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കേട്ടോ, അമ്മ വന്നപ്പോൾ അതൊക്കെ ഒന്ന് അനക്കം തട്ടിയത്. ഇത് നമ്മുടെ ലഞ്ചാണേ, ഇങ്ങനത്തെ ടിഫിനിലാണ് വരുന്നത്. ഞാൻ ഒത്തിരി വട്ടം കാണിച്ചിട്ടില്ലേ ഇത്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. പറാട്ടയാന്ന് പറഞ്ഞല്ലോ, മസാല പറാട്ടയെന്നായിരുന്നു മെനുവിൽ കിടന്നത്. അപ്പം ഇതാണ് സംഭവം. കൂടെ വറുത്തിട്ട റൈത്തയും മട്ടർ പനീറും കേട്ടോ. അപ്പം ഇതാണ് വറുത്തിട്ട റൈത്ത, ജീരകം ഒക്കെ പൊട്ടിച്ചിട്ടിട്ട്, തണുപ്പല്ലേ, അപ്പോൾ തണുപ്പത്ത് ഇങ്ങനെ അവർ ഉണ്ടാക്കി തരുന്നത്. പിന്നെ മട്ടർ പനീർ. അപ്പോൾ എന്തായാലും അമ്മയുടെ ലഞ്ച് ഇങ്ങനെ അങ്ങ് കഴിയും. പിന്നെ ചക്ക വരട്ടിയതായത് കേട്ടോ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മയും പാറൊക്കെ കൊണ്ടുവന്നെയാണ്. ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുക കേട്ടോ. എൻ്റെ വണ്ണം, അതായത് വെയിറ്റ് നന്നായിട്ട് ഇനി കൂടുമെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇതേ റെഡി. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഇത് കുറേശ്ശെ തന്നെ കഴിച്ചാൽ മതി. അമ്മ ഇതിൻ്റെ ഉപ്പ് പോലും നോക്കത്തില്ല. പിന്നെ അതേ നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടോ, അത് കംപ്ലീറ്റ് നടക്കുന്ന ഇങ്ങനെ ചിഹ്നം ഭിന്നമായിപ്പോയി. ശരിക്കും ഇത് ഒറിജിനൽ മിക്സിയുടെ ജാറായിരുന്നില്ല. ഒറിജിനൽ മിക്സിയുടെ ജാറിന് കുറച്ച് പാച്ച് വർക്ക് വന്നപ്പോൾ മാറ്റി വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അതേ അത് തന്നെ ഞാൻ പുറത്തെടുത്തു. അതിന് ചെറിയൊരു പൊട്ടിൽ വന്നേ, അതിൻ്റെ അടപ്പും പൊട്ടിപ്പോയി. അപ്പോൾ അടപ്പൊക്കെ പുതിയതായതുകൊണ്ട് ഈ മറ്റേത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് തന്നെ എടുക്കാം. ഇതിൻ്റെ അടപ്പും ചേർത്തിട്ടതേ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നു കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലട മിക്സാണ്. പാലട മിക്സ് എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ പാലട മിക്സ് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഗുരുപൂർണിമയല്ലേ, നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ വെക്കാമല്ലോ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അടുത്ത് കുറേ പഞ്ചസാരയൊക്കെ ഉണ്ടായിരുന്നു. 1 ലിറ്റർ പാലിൽ ഞാനത് പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നമുക്ക് വിളക്കിൻ്റെ മുന്നിലും വെക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെ കുടിക്കാമല്ലോ. ഉള്ള ആട്ടയെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടേ. നമുക്കൊരു സമാധാനമല്ലേ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ കുറച്ച് മധുരം ദൈവത്തിന് മുന്നിൽ വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പാലടയിലെ രാക്കയുടെ പാലടയിലെ 7 അയലത്ത് വരത്തില്ല, എങ്കിലും പായസമായി. അങ്ങനെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് പിന്നെ കിച്ചണിൽ വന്നത്. ഡിന്നർ ഞാൻ പറഞ്ഞല്ലോ, കൊഞ്ച് റോസ്റ്റ് കുറച്ചിരിപ്പുണ്ട്. അതിൽ കുറച്ച് തക്കാളിയും കൂടെ കിട്ടുന്നതും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ കൂടെ അങ്കൂനിൻ്റെ അക്കിക്ക് അത് കൊടുക്കാം. പിന്നെ കുറച്ച് കടല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു തലേദിവസത്തെ. ഞാൻ വിചാരിച്ചു അത് കുറച്ച് ചൂടാക്കി വെച്ചാൽ എനിക്കും അമ്മയ്ക്കും അത് മതി. അവർക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ കടല എടുത്ത് ചൂടാക്കി മതി. കാരണം കടല കുറച്ചധികം ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട് കറി വെച്ചത്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിക്കൂട്ടും. ശരിക്കും അമ്മ വന്നതിന് ശേഷം കുറച്ച് മടിയാട്ടോ. ഈ മടി മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമുക്കൊരു മന്ദത വരത്തില്ല. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു കഴിഞ്ഞത് കുറച്ച് ചപ്പാത്തിയുടെ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളിയും കഴുകി വെച്ചിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റിനകത്തോട്ട് ഇട്ടൊന്ന് പെരട്ടി അതും കൂടെ റെഡിയാക്കി വെച്ചാൽ അവർക്ക് അതാകുമല്ലോ. അങ്കുനിപ്പം ഇത് കണ്ടപ്പോൾ തന്നെ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണമെങ്കിൽ 2 എണ്ണം ഇപ്പോൾ കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തോട്ടൊന്ന് നടക്കാൻ പോകണമെന്നുണ്ട്. ഇന്നും നമ്മുടെ പൂർണ്ണചന്ദ്രനാണ്, അതായത് ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തവാവല്ലേ, അതൊക്കെ ആയതുകൊണ്ട് ഒന്ന് പുറത്തോട്ടൊന്ന്
ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും പെട്ടെന്ന് ചുട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്നിട്ട് മടിയാവും. ഞാൻ പറഞ്ഞില്ലേ, മന്ദതയും മന്ദപ്പും, ശരിക്കും മടിയെന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കുന്ന ഒരു എഫക്റ്റാണ്, മനസ്സിൽ നിന്ന് വരുന്നില്ല ഒരു പണിയും ചെയ്യാനായിട്ടേ. ശരിക്കും നമ്മുടെ വീട്ടിൽ ചിട്ടയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ മടി മാറ്റിയേ പറ്റത്തുള്ളൂ. ഈ മടി പിടിച്ചാലാണ് ചിട്ട മൊത്തത്തിൽ തെറ്റുന്നത്. അപ്പോൾ അതേ കൊഞ്ചങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ കട്ടി കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുത്തു. പിന്നെ ചപ്പാത്തി ഇതേ റെഡി ആയിട്ടുണ്ട്. കടലയും ഒന്ന് ചൂടാക്കാം, കുറച്ചെടുത്ത് ഇപ്പോൾ ചൂടാക്കാൻ വേണമെങ്കിൽ ഇനി ബാക്കി ചൂടാക്കിയാൽ മതിയല്ലോ. കപ്പക്കിഴങ്ങിരുന്നത് അമ്മയ്ക്ക് പുഴുങ്ങിയതാ. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അമ്മ വന്നതുകൊണ്ട് അമ്മ തന്നെയാണ് അത് നോക്കി വാങ്ങുന്നത്. അപ്പോൾ അതേ ഉള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇഷ്ടം. അങ്ങനെ ഞങ്ങളിതേ നടക്കാൻ ഇറങ്ങാം കേട്ടോ. നമ്മുടെ ലൈറ്റൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. നമ്മളിനി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ മാറ്റത്തുള്ളൂ. ക്രിസ്മസും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ലൈറ്റ് മാറ്റത്തുള്ളൂ. ചന്ദ്രൻ്റെ നിലാവ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു നിലാവ് മതി. ചെറിയ വെട്ടം നമ്മുടെ ടൗൺഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇതേ നമ്മുടെ അപ്പുറത്തെ ദീദിയുടെ ആലിൻ്റെ മരം. ദീദി ഉള്ളപ്പോൾ അവിടെ വിളക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്കു അതിനിടയ്ക്ക് കുരുത്തക്കേടി എന്തോ പോയി. എന്തുവാ ചെയ്യുന്നേ? ആ, അത് ഇന്നലെ നമ്മൾ പോയി നോക്കിയതല്ലേ, അതിന് മുകളിൽ നിന്നെയാണ്. അവിടുന്ന് ആരെങ്കിലും എടുത്തോളൂ, നമുക്ക് അങ്ങ് വീട്ടിൽ കൂടെ അകത്തോല്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും നെല്ലാട്ടോ എൻ്റെ അമ്മയുടെയും ഷോള് പൊതിച്ചേക്കുന്നുണ്ട് ഇവിടുത്തുകാരെ പോലെ. എൻ്റെ കോലവും ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ സ്വെറ്ററും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല, അത്രയ്ക്ക് തണുപ്പൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒരു ഷോള് പൊതിച്ചാൽ മതി. അപ്പം നിന്ന വിഷയത്തിൽ ഞാനൊരു ഷോളൊക്കെ പൊതിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ശരിക്കും സോക്സ് ഇടണമെന്നുണ്ടായിരുന്നു, പിന്നെ അത്ര തണുപ്പ് തോന്നാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് നടന്നു പോവാട്ടോ. അങ്കുവാ നമ്മുടെ ക്യാമറമാൻ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അമ്മ സോക്സ് ഇട്ടുകൊണ്ട് നടക്കുക. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ച് സമയത്ത് നമുക്ക് അധികം തണുപ്പ് തോന്നത്തില്ലെങ്കിലും തണുപ്പ് അടിക്കാൻ എളുപ്പമാണ്. കണിക്കൊന്നയുടെ കായ മുരിങ്ങയ്ക്കാണത് പാറു. മുരിങ്ങയ്ക്കല്ല മോനെ, ഇതാണ് നമ്മുടെ കണിക്കൊന്ന. വിഷുക്കണി കാണത്തില്ലേ, അതിന്റെ കായയാ. അത് പറിക്കണ്ട മോനെ, വേണ്ടടാ. മുരിങ്ങയ്ക്കല്ല കേട്ടാ. ഇതാണോ ഇഷ്ടംപോലെ മുരിങ്ങയ്ക്കുണ്ട്. അമ്മു കൈ കൊണ്ട് പറിക്കാം, നമ്മളവിടെ പോയി എന്നൊക്കെ പറഞ്ഞു. നടന്നു. നല്ല നിലാവുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സൂപ്പർ മൂൺ എങ്ങാണ്ടല്ലേ ഈ വർഷത്തെ ലാസ്റ്റ് സൂപ്പർ മൂണായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ ഒരു ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് ആ മുല്ലിലോട്ടാ. നമ്മൾ ഈ റൗണ്ട് ഒന്ന് ചുറ്റും. അങ്കു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അവനാണേ ഇറങ്ങെന്ന് പറഞ്ഞ് വന്നത്. നമ്മുടെ ഔട്ട്ഡോർ ജിമ്മിലാണ്. അവൻ 2 ചപ്പാത്തിയൊക്കെ അടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്ന കേട്ടോ. അവൻ ആ കൊഞ്ചു റോസ് കണ്ടപ്പം ഭയങ്കര വിശപ്പ് വന്നു. എന്തായാലും അവൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. കുറച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ആരെയും അധികം കാണുന്നില്ല. 1-2 പേര് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കമ്പനിയുടെ IPL ക്രിക്കറ്റ് തുടങ്ങാറായി. അതിൻ്റെയൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ അവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ, കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.